ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയണത്, ഞാനിവിടെ ഒരു 3 തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാ പായസം വെക്കാനെന്ന് ആരും കരുതണ്ട കേട്ടോ. നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണയില്ലേ, നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ മക്കളെയൊക്കെ തേപ്പിക്കാനും നമ്മുടെ മുടിക്കും എല്ലാത്തിനും നല്ല സ്കിന്നിനൊക്കെ നല്ല ഓയിലാണ് ഉരുക്ക് വെളിച്ചെണ്ണ അല്ലേ. അപ്പോൾ അത് ഇത്തിരി ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതിയാണ് ഞാനിവിടെ എടുത്തേക്കണം കേട്ടോ. അപ്പോൾ തേങ്ങയെല്ലാം കുടിച്ചോ? ഈ തേങ്ങയെല്ലാം ചിരണ്ടിയെടുക്കണം. അതൊരു പണിയാണ് അല്ലേ. ഞാൻ ലൈവായിട്ട് തന്നെ സംസാരിക്കും കേട്ടോ, അല്ലെങ്കിൽ പിന്നെ വോയിസ് ഓവറൊക്കെ ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒക്കെ ഇടാൻ പറ്റാണ്ട് വരാറുണ്ട്. അതുകൊണ്ടാട്ടോ. നമ്മളിങ്ങനെ എണ്ണയൊക്കെ കാച്ച നേരത്തെ തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല എണ്ണ നമ്മളിങ്ങനെ ചിരണ്ടിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് നോക്കുമ്പോൾ എണ്ണയുടെ ഒരു അംശമൊക്കെയുള്ള തേങ്ങ കാണുമല്ലോ, അങ്ങനത്തെ തേങ്ങയായിട്ട് എടുക്കണ്ടേ. അല്ലെങ്കിൽ ഇതിൽ എണ്ണ ഉണ്ടാവില്ല, എണ്ണ തീരെ കുറച്ചായിരിക്കും. അപ്പോൾ അത് തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയ ശേഷം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ആ തേങ്ങയിൽ പാലൊക്കെ നന്നായിട്ട് പിഴിയുമ്പോൾ പോരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരു പ്രാവശ്യം ഞാൻ പിഴിയണോളൂ. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ടാണ് അതിൻ്റെ ബാക്കി കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ആദ്യം തന്നെ നന്നായിട്ട് പിഴിഞ്ഞങ്ങ് എടുക്കുക കേട്ടോ ചെയ്തേ. ഇനി ഇത് നമുക്കൊരു ചമ്മന്തിപ്പൊടിക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് വെച്ചേക്കണം. ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തുകൊണ്ട് ചമ്മന്തിപ്പൊടിക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമെന്ന് ആരും പേടിക്കണ്ട കേട്ടോ. അത് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പിഴിഞ്ഞെടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ ടേസ്റ്റിൽ മാറ്റമൊന്നും വരില്ല. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോഴേ കുഴഞ്ഞ് വരാണ്ടിരിക്കാൻ ഇങ്ങനെ പാല് പിഴിഞ്ഞെടുക്കുന്നവരെ നല്ല കേട്ടോ. നമ്മുടെ ചമ്മന്തിപ്പൊടിയിൽ ഇടാനുള്ള ഉള്ളി ഇഞ്ചിയൊക്കെ ഈ മാതിരി കാനം കുറച്ച് വയ്ക്കണം, എന്നാലാണ് തേങ്ങയുടെ ഒപ്പം മൂത്ത് വരുള്ളൂ കേട്ടോ. നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കുക കേട്ടോ. വത്തലമുളക്, ചുവന്നുള്ളി, ഇഞ്ചി. ഇതൊന്ന് വെള്ളം വലിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെയൊക്കെ അത്യാവശ്യം വെള്ളം വലിഞ്ഞിട്ടുണ്ട്. അന്നേരം നമ്മുടെ കരിയാപ്പില എടുത്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ചമ്മന്തിപ്പൊടിയുടെ പാകം എന്ന് പറയണത് ഈ വത്തലമുളക് ഇട്ടേക്കണില്ലേ, അതിങ്ങനെ ഒടിയണ പാകം കേട്ടോ. എനിക്കൊക്കെ ഒത്തിരി ബ്രൗൺ കളറായ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരുവേ. അപ്പം നമ്മുടെ തേങ്ങയുടെയൊക്കെ പതിയെ കളറ് മാറി തുടങ്ങി കേട്ടോ. ഉണ്ടോ, നമ്മുടെ മുളകൊക്കെ ഈ മാതിരി ഉണങ്ങണം, അതാട്ടോ പാകം. പൊടിക്കുള്ളത് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പുളിയും കൂടെ ഇങ്ങോട്ട് ഇട്ടൊന്ന് ചൂടാക്കണ്ട്. ഇനി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. മിക്സിയുടെ ജാറിലിടുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അതേ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തതേ ഞാൻ ഇതിലേക്ക് ഈ തേങ്ങാപ്പാലങ്ങ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. നല്ല തനിപ്പാലുള്ളൂ. ഞാനത് അരച്ചെടുത്തപ്പോഴത്തേക്കും നമ്മുടെ എണ്ണയ്ക്ക് വേണ്ടി ഒഴിച്ച തേങ്ങാപ്പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചുള്ളതുകൊണ്ട് പെട്ടെന്ന് വറ്റി വരുന്നതിനനുസരിച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് ഇളക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കണമെന്നില്ല. നമ്മൾ അടി കട്ടിയുള്ള, ഇപ്പം ഞാനിത് എടുത്തേക്കണ ഒരു ഉരുളിയാണ്. അടി കട്ടിയുള്ള ഒരു പാത്രമോ ഇരുമ്പിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ പെട്ടെന്ന് അങ്ങ് അടി പിടിക്കുകയൊന്നുമില്ല. തീയും കുറച്ചിട്ടാൽ അങ്ങനെ ഇരുന്ന് വറ്റി അങ്ങ് ആയിക്കോളും. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കണം കേട്ടോ. അല്ലാണ്ട് ഇവിടുന്ന് മാറാണ്ട് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ തിളച്ച് ചാടാണ്ട് ഇത്തിരി ഒന്നും കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ തിളച്ച് ചാടാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് വറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒഴിക്കാമോളൂ. ഒരു 3/4 ഭാഗമൊക്കെ ഒഴിക്കാമോളൂ. അല്ലാണ്ട് ഫുള്ളങ്ങ് ഒഴിക്കരുത്, അന്നേരം പെട്ടെന്ന് തിളച്ച് ചാടും കേട്ടോ. ഞാനിങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കുക. ഞാനിങ്ങനെ അങ്ങ് വെച്ചിട്ട് ഉരുളിക്കകത്ത ഞാൻ ഉണ്ടാക്കാറുള്ളൂ. വെച്ചിട്ട് അങ്ങ് പോകും. എൻ്റെ പണിയൊക്കെ നടക്കുകയും ചെയ്യും. ഇത് ഇടയ്ക്ക് വന്നൊന്ന് ഇളക്കിയിടുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഡ്രൈ ആയി ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇട പൊന്നൂസിനൊന്നും ഇടണം. ഇനി അമ്മ ഇടാം, അല്ലെങ്കിൽ പുറത്തു പോകും. അപ്പം നോമ്പൊക്കെ അല്ലേ, അപ്പോൾ ഒരു കറിയുടെ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. പൊന്നു ഇട്ട താഴെ പോകൂടെ.
ഞാൻ അമ്മ ഇടാം. അപ്പം ചമ്മന്തിപ്പൊടിയായി, കൂടെ തന്നെ എണ്ണയുടെ കാര്യവും ഓക്കെ ആവുകയെ. അടക്കല്ലേ, ഇത്രയും കിട്ടിയിട്ടോ. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ പറ്റിയിട്ട് കണ്ടോ ഈ ഒരവസ്ഥയിലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എണ്ണ അങ്ങ് കക്കി വരും കേട്ടോ. തീയൊക്കെ ഞാൻ കുറച്ചായിട്ടാണ്, ഇനി അത് തന്നെ അങ്ങ് ആയി വന്നോളൂ. അന്നേരം ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ നമ്മുടെ എണ്ണയൊക്കെ ആയി വന്നേണ്ടതാ. ഇങ്ങനെയൊക്കെ എല്ലാ തവിയിട്ട് ഇളക്കരുത് കേട്ടോ, നന്നായിട്ട് ഉണങ്ങിയത് മാത്രമായിട്ട് ഇളക്കാൻ പോളൂ. കണ്ടോ എണ്ണയൊക്കെ ആയി വന്നേണ്ടോ. ഇത് ഇത്തിരോടെ ഇപ്പം എണ്ണയായിട്ടുണ്ട്, ഇത്തിരോടെ ഒന്ന് മൂത്ത് വന്ന കണ്ടോ. എണ്ണയൊക്കെ പതിയെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഉണങ്ങിയ പാത്രം നന്നായിട്ട് ഉണക്കിയെടുത്ത്, ഉണങ്ങിയില്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് എണ്ണ ചീത്തയായി പോവേ. അപ്പോൾ ഞാൻ ഈ ഒരു തവിയും കൊണ്ട് ഈ എണ്ണ ഇങ്ങോട്ട് കോരിയെടുക്കുവാണേ. അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഇങ്ങനെയായി വന്ന എണ്ണ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഫുൾ എണ്ണ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഏറ്റവും അവസാനം ഈ കക്കൻ അങ്ങ് കുടിച്ച് പോകും. അപ്പം ഇന്ന് നമ്മുടെ എന്താണ്ടോ ഉരുക്ക് വെളിച്ചെണ്ണ റെഡിയായി കിട്ടിയിട്ടുണ്ടതാ. ഇത്ര എണ്ണ കിട്ടിയിട്ടോ. ഇത് ഇത്രയോടെ മൂത്ത് വരുവാണെങ്കിൽ നന്നായിട്ട് മഞ്ഞച്ചൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇന്ന് ഉരുക്ക് വെളിച്ചെണ്ണ റെഡിയായി, നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡിയായിട്ടോ. ഈ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ ഉണ്ടായ ന്യൂ ബോൺ ബേബീസൊക്കെ ഇല്ലേ, അവരെയൊക്കെ കുളിപ്പിക്കുമ്പോൾ നന്നായിട്ട് തേച്ച് വെച്ച് കുളിപ്പിക്കുകയൊക്കെ ആണെങ്കിൽ നല്ല കളറും നല്ല സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനും നല്ല സ്മൂത്ത് ആവാനൊക്കെ നല്ല കേട്ടോ. അതുപോലെ സ്കിന്നിലെ റാഷസ് അങ്ങനെയുള്ള എല്ലാം പോകാനും, ഈ സ്നഗ്ഗിയൊക്കെ ഇട്ട് റാഷസൊക്കെ പോകാൻ വേണ്ടി ഈ ഉരുക്ക് വെളിച്ചെണ്ണ തേച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ സ്കിന്നിന് മാത്രമല്ല, ഹെയർസിൽ കുഞ്ഞു മക്കൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ പിള്ളേരെ തേച്ചാലും വലിയവർ തേച്ചാലും ഒക്കെ നല്ല കേട്ടോ.